ബോക്സർ വേഴ്സസ് റെസ്ലർ ആരായിരിക്കും ജയിക്കുക? ഒരു കായിക താരത്തിന് എനർജി നൽകുന്നത് 3 എനർജി സംവിധാനങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് ഫോസ്ഫാജൻ സിസ്റ്റം. ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യത്തെ 10-15 സെക്കൻഡ് നേരത്തേക്ക് ഒരു കായിക താരത്തിന് എനർജി നൽകുന്നത് ഫോസ്ഫാജൻ സിസ്റ്റം. ഫോസ്ഫാജൻ സിസ്റ്റത്തിൻ്റെ ഫ്യൂവൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആണ്. ഒരു ബോക്സറും ഒരു റെസ്ലറും ഫോസ്ഫാജൻ സിസ്റ്റത്തിൽ ഹൈലി ട്രെയിൻഡ് ആണ്. എന്നിരുന്നാൽ കൂടി ഒരു റെസ്ലറിനായിരിക്കും ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോസ്ഫാജൻ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തേതാണ് ഗ്ലൈക്കോലൈറ്റിക് സിസ്റ്റം. ആദ്യത്തെ 15 സെക്കൻഡ് ശേഷം തൊട്ട് ഒരു 90 സെക്കൻഡ് വരെ നമുക്ക് എനർജി നൽകുന്നത് ഗ്ലൈക്കോലൈറ്റിക് സിസ്റ്റമാണ്. ഇതിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫ്യൂൽ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഒരു ബോക്സർ ഇതിൽ ഹെവിലി ട്രെയിൻഡും ഒരു റെസ്ലർ ഇതിൽ മോഡറേറ്റ്ലി ട്രെയിൻഡും ആയിരിക്കും. മൂന്നാമത്തേതാണ് ഓക്സിഡേറ്റീവ് സിസ്റ്റം. ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റിയുടെ 90 സെക്കൻഡ് ശേഷമുള്ള എനർജി നൽകുന്നത് ഈ ഓക്സിഡേറ്റീവ് സിസ്റ്റമാണ്. ഓക്സിഡേറ്റീവ് സിസ്റ്റത്തിന് എനർജി നൽകുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും കൂടിയാണ്. ഒരു ബോക്സർ ഓക്സിഡേറ്റീവ് സിസ്റ്റത്തിൽ മോഡറേറ്റ്ലി ട്രെയിൻഡും റെസ്ലർ ലോ ട്രെയിൻഡുമാണ്. ഈ 3 എനർജി സിസ്റ്റത്തിൻ്റെ അനാലിസിസ് നമുക്ക് മനസ്സിലായി. ബോക്സറിന് സ്പീഡ് ആൻഡ് പവർ എൻഡുറൻസ് കൂടുതലും റെസ്ലറിന് സ്ട്രെങ്ത് എൻഡുറൻസുമാണ് കൂടുതൽ. അതുകൊണ്ട് റെസ്ലറിന് ഈ കോമ്പറ്റീഷനിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ ബോക്സറായിട്ട് ക്ലോസ് റേഞ്ചിൽ വന്ന് ബോക്സറിനെ മലത്തിയടിച്ചിരിക്കണം. ഇനി ഒരു ബോക്സറിന് ജയിക്കണമെങ്കിൽ ആദ്യത്തെ 1.5 മിനിറ്റ് റെസ്ലറിനെ മാക്സിമം ഇടിയിടിച്ച് ദൂരെ നിർത്തണം, ഒരിക്കലും അടുപ്പിക്കരുത്. ഓരോ സ്പോർട്സ് യൂണിറ്റ്സിലും ഈ എനർജി സിസ്റ്റത്തിൻ്റെ യൂസേജ് ഡിഫറൻ്റ് ആണ്. ഈ എനർജി സിസ്റ്റം എന്താണെന്ന് മനസ്സിലായെങ്കിൽ അതിനെ ഫോളോ ചെയ്യണേ.